ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാനുള്ളേ. അപ്പൊ നിങ്ങൾ ജനറൽ പ്രമോ ഒക്കെ കണ്ടു കാണൂല്ലേ. ഏതായാലും നമ്മുടെ ദേവയാനിയുടെ ആ ഒരു മാറ്റം നമ്മുടെ നയനെ തിരിച്ചറിയുന്ന ദിവസങ്ങളാണ് ഇനി. അതിനോടൊപ്പം തന്നെ നമ്മുടെ നന്ദുവിനെ കൊടുക്കാൻ ശ്രമിക്കുന്ന അനാമികയ്ക്കും അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും ഒട്ടുമൊക്കെ നല്ലൊരു പണി തന്നെയാണ് നമ്മുടെ ദേവയാനി ഒരുക്കി വെച്ചിരിക്കുന്നത്. നയനയെ മാത്രമല്ല, നയനയുടെ വീട്ടുകാരെയും ഇനി ആരും തൊട്ട് കളിക്കാൻ വേണ്ടി നമ്മുടെ ദേവയാനി സമ്മതിക്കത്തില്ല. അപ്പൊ അങ്ങനെ കുറച്ച് സംഭവവികാസങ്ങളൊക്കെയാണ്, ഒരു ചെറിയ പ്രമോ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങള് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും ഇനി എന്താണ് സംഭവിക്കാൻ പോകുക എന്നൊക്കെ. അപ്പൊ ഏതായാലും ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. നിങ്ങളെല്ലാവരും ആകാംക്ഷപൂർവ്വം ഒന്ന് കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ലാസ്റ്റ് സീനായിട്ട് കണ്ടത് സൂപ്പർ സീന് തന്നെ ആയിരുന്നു. നമ്മുടെ ദേവയാനി ഇങ്ങനെ ഒരു കോഫിയൊക്കെ ആയിട്ട് വരികയാണ്. കോഫിയൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കും നയനയാണെങ്കിൽ ഒന്നും അറിയാതെ മിണ്ടാതെ കണ്ണടച്ച് കിടക്കുക. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണമല്ലോ. അപ്പൊ നമ്മുടെ ദേവയാനി എന്ത് ചെയ്തു? എടി ഭയങ്കരി, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാടി. നീ ഇങ്ങനെ മിണ്ടാതെ കണ്ണടച്ച് കിടക്കണത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഈ മിണ്ടാപ്പൂച്ചയെ പോലെ ഇരുന്നിട്ടെ നീ എന്റെ ഉള്ളെടുക്കാൻ വേണ്ടി അല്ലേടി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് പതുക്കെ വന്നോട്ടോ. ദേവയാനിക്ക് നയനെ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അടുത്ത് വന്നിരുന്നിട്ട് നയനെ എന്ന് തട്ടി തന്നെ വിളിക്കുകയാണ്. അപ്പൊ നയനെ പെട്ടെന്ന് എണീറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും, അതെ എന്താ നിനക്ക് പറ്റിയത്? നിനക്ക് വല്ലാത്ത ക്ഷീണമാണെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ ആദർശ്. അല്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോണെങ്കിൽ പോകാം. അതിന്റെ ആവശ്യമൊന്നും ഇല്ലമ്മേ. അല്ല, അമ്മ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് അത് പിന്നെ ആദർശ് നിനക്ക് ചായ ഇട്ടുകൊണ്ട് തരാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു. വെറുതെ അവൻ ചായ ഇട്ടുകൊണ്ട് വന്ന് അവന്റെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. അതുകൊണ്ട് മാത്രമാണോ അമ്മ ഇങ്ങോട്ട് കയറി വന്നത്? അല്ല, അമ്മയോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ടോ? അമ്മയ്ക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അല്ലെങ്കിൽ തന്നെ അമ്മ എന്തെങ്കിലും എന്നോട് ഒളിപ്പിക്കുന്നുണ്ടോ? ഞാൻ എന്താ നിന്നെ ഒളിപ്പിക്കാന്? ഞാനൊന്നും ഒളിപ്പിക്കുന്നില്ല. അല്ല, അമ്മേനെ കണ്ടപ്പം അമ്മ എന്തോ ഒളിപ്പിക്കുന്നതായിട്ടാ എനിക്ക് തോന്നിയത്. നയനെ, അതൊക്കെ നിന്റെ വെറും തോന്നലാണ്. പിന്നെ ഞാൻ ഒരുപാട് മാറിയല്ലോ. അപ്പൊ നിനക്ക് തോന്നും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒളിപ്പിക്കുന്നുണ്ട്, മറയ്ക്കുന്നുണ്ട് എന്നൊക്കെ. ഏതായാലും നിനക്ക് പനിയോ അതുപോലെ തന്നെ തലവേദനയോ വല്ലതും കൂടുതലാണെങ്കിൽ നീ എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് പതിയെ നെറ്റിയിലൊക്കെ ഇങ്ങനെ തൊട്ടു നോക്കുകയാണ്. നമ്മുടെ ദേവയാനി സ്പർശിക്കുമ്പോൾ തന്നെ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പൊ നയനയ്ക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ, അതായത് കാത്തിരിക്കുന്ന ആണല്ലോ തന്റെ അമ്മായിയമ്മ തന്നെ അംഗീകരിക്കുന്ന ആ ഒരു ദിവസത്തിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു ഫീലിങ്സ് നമ്മുടെ നയനയ്ക്ക് തോന്നുകയാണ്. അപ്പൊ ഇങ്ങനെ ദേവയാനി കൈവച്ച് നോക്കിയിട്ടല്ല, നിനക്ക് ചൂടും പനിക്കോളൊന്നും ഇല്ലല്ലോ? ചൂടും പനിയൊന്നും ഇല്ല, എനിക്ക് തലയ്ക്കകത്ത് എന്തോ ഒരു ചെറിയ അസ്വസ്ഥതയുണ്ട്, അപ്പൊ അതുകൊണ്ടാണ്. ഏതായാലും നീ ഒരു കാര്യം ചെയ്യുക, 2 ദിവസം റെസ്റ്റ് എടുക്കുക. ഏതായാലും ഇന്ന് കുറഞ്ഞില്ലെങ്കിൽ നീ എന്നോട് പറയണം, നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകാം. ഇനിയിപ്പം നീ ഇവിടെ കിടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മകന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അവൻ ഇനിയിപ്പം ഓഫീസിലും പോകാതെ ജൂവലറി നോക്കാതെ ഇവിടെ നിന്റെ കൂടെ ഇരിക്കും. അല്ലെങ്കിൽ നീ ഹോസ്പിറ്റലിൽ വല്ലോ ആയാൽ എന്റെ മകൻ നിന്റെ കൂടെ ഹോസ്പിറ്റലിൽ ഇരിക്കും. അങ്ങനെ എന്റെ മകൻ നിന്റെ അടുത്ത് ഇരുത്താൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അവൻ നിന്റെ കാര്യം ഒന്നും ഇനി മുതൽ നോക്കുന്നില്ല, ഞാനായിരിക്കും നിന്റെ കാര്യമെല്ലാം നോക്കുന്നത്. നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നീ അപ്പം എന്നോട് പറഞ്ഞാൽ മതി. ആ സമയം ഞാൻ ഇവിടെ കൊണ്ടു തന്നോളാം. അല്ലാതെ നീ ഇനിയിപ്പോ താഴേക്ക് ഇറങ്ങി വരികയോ വല്ല പണിയും ചെയ്യുകയോ ചെയ്തെന്നൊക്കെ ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ, എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി പറഞ്ഞു. കേട്ടല്ലോ, മനസ്സിലായോ? മനസ്സിലായമ്മേ, ഞാൻ ഇവിടെ കിടന്നോളാം. പറഞ്ഞല്ലോ, എനിക്ക് ഒത്തിരി വലിയ പ്രശ്നമൊന്നുമില്ല. ഒത്തിരി ആണെങ്കിലും ഇച്ചിരി ആണെങ്കിലും ഏറെ ആണെങ്കിലും കുറെ ആണെങ്കിലും ഞാൻ പറയുന്ന പോലെ അങ്ങ് കേട്ടാ മതി. മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കുക. ഇത് കുടിക്കാനാ പറഞ്ഞത്, കുടിച്ചേ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കുടിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മാറി നിന്ന് മനസ്സിൽ ഭയങ്കര വേദനയുണ്ട്. എൻ്റെ മോളുടെ മുമ്പിൽ എനിക്ക് മനസ്സ് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവള് എല്ലാം തിരിച്ചറിയാനുള്ള കഴിവുള്ള ഒരു പെണ്ണ് തന്നെയാണെന്ന് എനിക്കറിയാം. എൻ്റെ വീട്ടിൽ കയറി വന്ന എൻ്റെ എല്ലാമായ പ്രിയപ്പെട്ട മരുമകള്, എനിക്ക് ജീവിതവും ജീവനും ഒക്കെ തന്ന മരുമകള്, അവളെ ഞാൻ അകറ്റി മാറ്റി നിർത്തുന്നത് വേറെ എന്തുകൊണ്ടും അല്ല എൻ്റെ ഈശ്വര. ഇത് എല്ലാവരും അറിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെയാ എൻ്റെ മരുമകളുടെ ജീവന് ഭീഷണിയാണ്, അതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി അങ്ങ് മാറിപ്പോവാണ് കേട്ടോ. അങ്ങനെ ദേവയാനി മാറിപ്പോകുന്നപ്പോ ഇതൊക്കെ നമ്മുടെ അനാമിക കാണുന്നുണ്ട്. അപ്പൊ അനാമികയ്ക്ക് വല്ലാത്ത സംശയം അടിക്കുകയാണ് കേട്ടോ. ഇതെന്താ സംഭവം അനാമികയ്ക്ക് പിടികിട്ടുന്നില്ല. അനാമിക നേരെ ജാനകിയോടും ജലജയോടും ചെന്ന് പറയാണ്, അവക്കൊരു തലവേദനയോ പനിയോ ആന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാമോ? ഇപ്പൊ അവിടെ പരിചരിക്കാൻ ഏത് നേരം വല്യമ്മ അവളുടെ മൂട്ടിൽ തന്നെയാ ഇരിക്കുന്നത്. എനിക്ക് കണ്ടിട്ടാണ് കലി വരിക. ഈ വല്യമ്മ എന്താ ഇങ്ങനെയായി പോകുന്നത്? അപ്പൊ നമ്മുടെ ജാനകി പറഞ്ഞു, അത് പിന്നെ മോളെ, നിനക്ക്
ഏടത്തിയുടെ സ്വഭാവം നന്നായിട്ട് അറിയില്ലാഞ്ഞിട്ടാ. ഏടത്തി പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഈ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വരികയോ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏട്ടത്തി ആയിരുന്നു മുന്നിൽ നിൽക്കുന്നത്. അത് പതിയെ നയന വന്നപ്പോഴാണ് മാറിയത്. ഇപ്പൊ പിന്നെ നയനോടുള്ള ഈ ഒരു സ്നേഹം ആദർശനോടുള്ള സ്നേഹമായിട്ട് നമ്മൾ കണക്കെടുത്താൽ മതി. ആദർശ ഇനി അവളെ പരിചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് ഏടത്തിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ ജലജ പറഞ്ഞു, അത് ശരിയാ, ഇനിയിപ്പം ഏടത്തി പരിചരിച്ചില്ലെങ്കിൽ അവന് ഓഫീസിൽ പോകാതെ ജൂവലറി പോകാതെ ഇവിടെ ഇരുന്ന് 24 മണിക്കൂറും അവളെ നോക്കൂലോ. പിന്നെ എങ്ങനെയാ? അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഏടത്തി അതെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഇതൊക്കെ കാണുമ്പോ ഉണ്ടല്ലോ എനിക്ക് തരിച്ചു കേറുക, എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അനാമിക പറഞ്ഞു, ഇതൊക്കെ കാണുമ്പം അപ്പച്ചിക്കല്ല ധരിച്ചു കയറുന്നത്, സത്യത്തിൽ എനിക്കാ ധരിച്ചു കയറുന്നത്. അവളുടെയൊക്കെ ഒരു ഭാഗ്യമേ, അവളൊക്കെ കുപ്പത്തൊട്ടിന്ന് വന്നിട്ട് ഇപ്പൊ മഹാറാണിയെ പോലെ ഇവിടെ വാഴുകയാണല്ലോ. എനിക്കാണേലോ എന്റെ ഭർത്താവ് ഇപ്പൊ എന്നെ നോക്കുന്നോ, എന്റെ ഭർത്താവ് എന്നെ അംഗീകരിക്കോ ഒന്നും ചെയ്യുന്നില്ല. എന്റെ അവസ്ഥയും എന്റെ ഗതിയും കണ്ടില്ലേ. ഞാന് അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടിൽ നിന്നാ ഇങ്ങോട്ട് കയറി വന്നത്. മൂർത്തീസ് ജ്വല്ലറിയുടെ അത്രയും തന്നെ സാമ്പത്തികം എന്റെ വീട്ടിലും എന്റെ അച്ഛനും എന്റെ അമ്മയ്ക്കൊക്കെ ഉണ്ട്. ഞങ്ങള് പണ്ട് മുതലേ പണക്കാരായിട്ട് തന്നെ ആയിരുന്നു. അല്ലാതെ പെട്ടെന്ന് പൊട്ടി മുളച്ചു വന്നൊന്നും അല്ലല്ലോ ഞങ്ങൾക്ക് പണം. പക്ഷെ അവക്ക് അങ്ങനെയല്ല. ഇപ്പം നയനയുണ്ടല്ലോ കോടീശ്വരിയായി മാറിക്കൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും അത് തകർക്കണം, അത് തകർത്തെറിയണം. അതുപോരാഞ്ഞിട്ട് അവളുടെ അനിയത്തി, എന്തിനും ഏതിനും മുതിർന്ന് തയ്യാറായിട്ട് നിൽക്കുന്ന അവളുടെ അനിയത്തി SI ആകാൻ പോകുന്നു. ഒരിക്കലും അവക്ക് SI സെലക്ഷൻ കിട്ടാൻ പാടില്ല. SI ആയിട്ട് അവള് വരാൻ പാടില്ല. അങ്ങനെ ഇവിടെ എങ്ങാണോ അവൾ SI ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയാനുണ്ടോ അപ്പച്ചി? നമ്മളൊക്കെ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? പിന്നെ നമുക്ക് തുപ്പണമെങ്കിൽ, മുറ്റത്തേക്കൊന്ന് ഇറങ്ങണമെങ്കിൽ എല്ലാത്തിനും അനുവാദം ചോദിക്കണം. പേടിച്ച് വിറച്ച് നമുക്ക് ഇവിടെ കഴിയേണ്ടി വരും. അതിന്റെ കാര്യം നമുക്കുണ്ടോ? അല്ലാതെ മോളെ എന്താ ഇപ്പൊ ചെയ്യുക? ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ഒരിക്കലും നന്ദുവ് പോലീസായിട്ട് വരാൻ പാടില്ല. അവൾ പോലീസായിട്ട് വന്നു കഴിഞ്ഞാലേ അത് ശരിയാവില്ല, ഒരിക്കലും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് നേരെ നമ്മുടെ അനാമിക വേണുവിന്റെയും രേവതിയുടെയും അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് പരാതിയും പരിഭവവും ഒക്കെ പറയൂ, അച്ഛ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കുമാണ് വേണു പറയുന്നത്, ഇവൾ ഒരുപാട് തല്ലുകേസിനും ഗുണ്ടായുസത്തിനൊക്കെ ഉള്ളതല്ലായിരുന്നോ? എങ്കിൽ പിന്നെ നമുക്കൊരു കേസ് അങ്ങോട്ട് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാലോ? അല്ലെങ്കിൽ പിന്നെ വേറൊരു വഴിക്ക് നോക്കാം. വല്ല കള്ളോ കഞ്ചാവോ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉള്ളതേ ഉള്ളൂ. ഈ SI സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാലേ SI ആകണം എന്നുണ്ടെങ്കിൽ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിലൊന്നാമത്തതാണ് കേസ് ഒന്നും പാടില്ല, ഒരു പോലീസ് കേസും പാടില്ല. ഏതെങ്കിലും പോലീസ് കേസ് ഉണ്ടായി കഴിഞ്ഞാല് പിന്നെ അറിയാലോ. അതുകൊണ്ടേ അവക്ക് ചെറിയ തോതിൽ കേസുകളൊക്കെ ഉണ്ട്, നമുക്കൊരു വലിയ കേസ് അങ്ങോട്ട് ഉണ്ടാക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ നമ്മുടെ അനാമികയാണെങ്കിൽ ഓക്കെ അച്ഛാ, അച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ട് അവൾക്ക് SI ആയിട്ട് അവൾക്ക് പോസ്റ്റ് കിട്ടാൻ പാടില്ല. എന്തെങ്കിലും ഒന്ന് ഫിസിക്കലിലൊക്കെ അവള് സിമ്പിൾ ആയിട്ട് ജയിച്ചു വരുമെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഫിസിക്കലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പറ്റുന്നത് വല്ല പ്രാക്ടിക്കലായിട്ടും ഇങ്ങനെ വല്ല ചെയ്യാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ വേണു കുറച്ചു പേരെയും കൂട്ടി കുറച്ച് കള്ളക്കേസുകളൊക്കെ ഉണ്ടാക്കി, അതിലെല്ലാ കേസുകളും ഉണ്ട്, കഞ്ചാവ് കേസുകൾ ഉൾപ്പെടെ ഉണ്ടാക്കി നമ്മുടെ നന്ദുവിനെ കുരുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നന്ദുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് റോഡിൽ നിന്നും നന്ദുവിനെയും നന്ദുവിന്റെ കൂട്ടുകാരിനെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇത് ഏതായാലും വല്ലാത്തൊരു കുരുക്കായി പോവുകയാണ്. പക്ഷെ ഇത് നമ്മുടെ ദേവയാനി മണത്ത് തന്നെ അറിയുന്നുണ്ട്. മണത്തല്ല, നമ്മുടെ ദേവയാനി അനാമിക ഫോൺ വിളിച്ച് വേണുവിനോട് സംസാരിക്കുന്നത് കേൾക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് സംഭവം എന്ന് നമ്മുടെ ദേവയാനി അറിയുന്നു. ദേവയാനി വെറുതെ ഇരിക്കുവോ? നമ്മുടെ നയനയുടെ അനിയത്തിനെ തൊട്ട് കളിച്ചാൽ ദേവയാനി വെറുതെ ഇരിക്കുവോ? ഇനി ഒരിക്കലും ദേവയാനി വെറുതെ ഇരിക്കില്ല. ദേവയാനി എന്താണ് ചെയ്യുന്നത്? ദേവയാനി 2 പേരെ വെച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളിഞ്ഞു മറിഞ്ഞു നിൽക്കുന്ന കളികളൊക്കെ തന്നെയാണ്. 2 ആൾക്കാരെ വിട്ട് ആ 2 ആൾക്കാര് തെളിയിക്കുകയാണ് നമ്മുടെ നന്ദു കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആ 2 ആൾക്കാർ കൂടി ആ ഒരു കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നുണ്ട്. ആ 2 പേരെ വിടുന്നത് വേറെ ഒന്നും കൊണ്ടും അല്ലാട്ടോ, നമ്മുടെ ദേവയാനിക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ കഴിയില്ല. അപ്പൊ 2 പുതുമുഖങ്ങൾ തന്നെയാണ്, ആ ഒരു സീനിന് വേണ്ടി മാത്രമാണ് അവര് കൊണ്ടുവരുന്നത്. അപ്പൊ ആ 2 വ്യക്തികളാണ് നമ്മുടെ നന്ദുവിനെ രക്ഷിക്കുന്നത്. പക്ഷെ ഈ 2 വ്യക്തികളെ വിട്ടത് ആരാണ് എന്ന് നന്ദുവിന് അറിഞ്ഞേ പറ്റൂ. എങ്ങനെയെങ്കിലും നന്ദുവിന് അറിയണം. കാരണം തന്നെ രക്ഷിക്കാൻ വേണ്ടി ഈ 2 വ്യക്തികൾ വരണമെന്നുണ്ടെങ്കിൽ തന്നോടും തന്റെ കുടുംബത്തിനോടും സ്നേഹമുള്ള ഒരാൾ തന്നെ ആയിരിക്കണമല്ലോ ഇയാളെ വിട്ടിരിക്കുന്നത്, ഇവരെ വിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ
നന്ദു വീണ്ടും ഒരു അന്വേഷണം നടത്തുകയാണ്. അതേ സൈഡിലാകട്ടെ നമ്മുടെ നയനയാണെങ്കിൽ ചെറിയ കുസൃതികളും കുറുമ്പുകളും ഒക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനിയുടെ സ്നേഹം പിടിച്ചുപറ്റാനും ദേവയാനി സ്നേഹിക്കുന്നത്, അതായത് കുറച്ചു നേരം കിടന്നു കഴിയുമ്പോഴേക്കും, കുറച്ചു നേരം തനിക്ക് വയ്യാണ്ടായി കഴിയുമ്പോൾ ദേവയാനി തന്നെ അമിതമായിട്ട് സ്നേഹിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ നയന എന്താ ചെയ്യുന്നത്, വീണ്ടും വീണ്ടും വയ്യായിക അഭിനയിച്ച് കിടക്കുന്നു. നമ്മുടെ ദേവയാനി ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു. ഇതൊക്കെ ഒരു തരത്തിൽ ആസ്വദിക്കുകയാണ്. ആദർശന് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര അതിശയം, മുത്തച്ഛനും മുത്തശ്ശിക്കൊക്കെ അതിശയമാണ്. അങ്ങനെ ജയൻ പറയുന്നുണ്ട്, ദേവയാനിക്ക് നല്ല മാറ്റമുണ്ട് മോനെ, അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, അവൾക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്, നിന്നോടുള്ള സ്നേഹമാണെന്നൊക്കെ പറയുന്ന വെറുതെയാണ്, അവക്കിപ്പം നയനയോട് സ്നേഹം തന്നെയുണ്ട്, അവള് മരുമകളായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞു, അവൾക്ക് മനസ്സിലായി, അവള് ഇവിടെ വീട്ടിൽ കയറി വന്നിട്ട് ഐശ്വര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, മൂർത്തീസ് ജ്വല്ലറിക്ക് അവള് നല്ലൊരു സ്ഥാനം മാത്രമേ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ, അവളെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളാം എന്നുള്ള രീതിയായി നമ്മുടെ ദേവയാനിക്ക്. അതുകൊണ്ടാണ് ദേവയാനി നയനിയെ സ്നേഹിക്കുന്നതെന്ന് ഓർത്താണ് കേട്ടോ നമ്മുടെ പാപമായ ജയനും ആദർശൊക്കെ ഇരിക്കുന്നത്. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ദേവയാനിയോ അതിലും അപ്പുറമായിട്ടുള്ള ചില കളികളൊക്കെ കളിച്ചുകൊണ്ട് തൻ്റെ മരുമകളെയും തൻ്റെ കുടുംബത്തെയും രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അടിപൊളി സീനുകളൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അങ്ങോട്ടേക്ക്. അപ്പോൾ ഒരു ചെറിയ പ്രമോയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഒരു ചെറിയ പ്രമോയിൽ ഞാനും ഒതുക്കുന്നത്. ജനറൽ പ്രമോ ഇനിയിപ്പോൾ വരാൻ ചാൻസ് ഇല്ല, നമുക്ക് ഈ ഒരു 2 സീൻ മാത്രമാണ് പ്രമോയിൽ വന്നിരിക്കുന്നത്. ഏതായാലും സീനുകൾ രണ്ടും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അനാമികയുടെയും അനാമികയുടെ അച്ഛന്റെയും അമ്മയുടെയും ജലജയുടെയും ജാനകിയുടെയും ഒക്കെ കളിക്ക് എന്താ പറയാ അവസാനം കുറിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ദേവയാനി ഇപ്പം പുതിയതായിട്ട് കളിക്കാൻ രംഗത്തിറങ്ങുന്നത്. എല്ലാത്തിനും തടസ്സം നിൽക്കുന്ന നയനയ്ക്കും നയനയുടെ വീട്ടുകാർക്കും തടസ്സം നിൽക്കുന്നവരെല്ലാം തുടച്ചു തൂത്തടിച്ചു പിറക്കി വാരി എറിഞ്ഞു കളയുകയാണ്. അപ്പൊ ഇതിന് ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല. സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട വരും. അപ്പം ചെറിയൊരു പ്രമേയമാണെന്ന് എനിക്കറിയാം. അപ്പൊ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയും സീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോ എന്തെങ്കിലും പ്രത്യേകിച്ച് കിട്ടുകയാണെങ്കിൽ, എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളെ ഞാൻ അറിയിക്കാനായിട്ട് അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ സീനുകൾ കിട്ടുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പുതിയ ചാനലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് നമുക്കറിയാം. ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അതും കുറേ പേര് കാണുന്നുണ്ട്. അപ്പം അവിടെ വന്നിട്ടും ചിന്നു, അതായത് നമ്മൾ ചാനലിൻ്റെ പേര് റിയൽ സ്റ്റോറി എന്നാണെങ്കിൽ പോലും ചിന്നു എന്നൊക്കെ സംബോധന ചെയ്ത് സംസാരിക്കുന്നത് എന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു വയ്യായിക വരുമ്പോൾ, നമ്മുടെ മുഖം ഒന്ന് വാടുമ്പോൾ, നമ്മുടെ സ്വരം ഒന്ന് പതറുമ്പോൾ എന്ത് പറ്റി ചിന്നു എന്ന് ചോദിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു മനസ്സൊക്കെ ഉണ്ടല്ലോ. കുറേ പേര് കമൻറ്റിലൂടെ എല്ലാം നമ്മളോട് ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ട്, ഫാമിലിക്ക് വിശേഷം എന്തുണ്ട്, മക്കൾക്ക് വിശേഷം എന്തുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ഏതായാലും നിങ്ങൾ കാരണം തന്നെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു സ്നേഹവും കരുതലും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടും ഒക്കെ തന്നെയാണ് നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നാളെ സൺഡേ ആണ്. സൺഡേ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ഞാൻ വരാറുള്ളത്. നോക്കാം, രാവിലെ എണീക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഉറക്കക്ഷീണം ആയതുകൊണ്ടാട്ടോ നമുക്ക് ഈ തലവേദനയൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റെസ്റ്റ് ഒക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ട് വീഡിയോസൊക്കെ കറക്റ്റ് സമയത്ത് രാവിലെ പറ്റുന്നത് ഞാൻ രാവിലെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. വൈകിട്ട് പ്രമോയൊക്കെ ചില ദിവസങ്ങളിൽ ഇടാത്തത് തലവേദന അങ്ങോട്ട് കൂടുമ്പോൾ നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാട്ടോ പറഞ്ഞു വീണ്ടും ഗാഡി കയറി പോവും. അപ്പം ഞാൻ പോവാട്ടോ. അപ്പം നിങ്ങളെ ആരെയും ബോറടിപ്പിക്കുന്നൊന്നുമില്ല. അപ്പം നാളെ രാവിലെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.